ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ RRB ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ 2025 പുറത്തുവിട്ടിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ ഔട്ടിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് പോയി കാണുക. അതിനുശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നോട്ടിഫിക്കേഷൻ വന്നു, നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളാണ് ഉള്ളതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു, എത്ര ഒഴിവുകളുണ്ടെന്ന് മനസ്സിലായി, ഏതൊക്കെ ട്രേഡിലുള്ള കുട്ടികൾക്ക് ഏതൊക്കെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത് വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും എവിടെയാണ് വേക്കൻസി കൂടുതലുള്ളത്, അപ്ലൈ ചെയ്യുമ്പോൾ ഏത് RRBയിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഏത് പോസ്റ്റിന് വേണം എനിക്ക് പ്രിഫറൻസ് കൊടുക്കാനായിട്ട്, പോസ്റ്റിന് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്ലിക്കേഷൻ ലിങ്ക് ലൈവായിട്ടുണ്ട്, ചാടി കയറി അപ്ലൈ ചെയ്യരുത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പിന്നെ തിരുത്താൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കി എവിടേക്കാണ് പാളിച്ചകൾ വരാൻ സാധ്യതയുള്ളതെന്നൊക്കെ തിരിച്ചറിഞ്ഞ് അത് വരാതെ വൃത്തിയിൽ സമയമെടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഏത് സോണിൽ, ഏതൊക്കെ പോസ്റ്റിൽ, ഏതൊക്കെ കാറ്റഗറി, ഏതൊക്കെ ട്രേഡുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത്, അതിൽ എന്തൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ RRB ടെക്നീഷ്യൻ 2025 നോട്ടിഫിക്കേഷൻ പുറത്തു വന്നപ്പോൾ 30 കാറ്റഗറികളിലേക്കായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. ഒറ്റ എക്സാം ഉണ്ടായിരിക്കുള്ളൂ, പക്ഷെ 30 കാറ്റഗറി, 30 പോസ്റ്റിലേക്കാണ് എക്സാം വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി 49ഓളം ട്രേഡുകാർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ITI പഠിച്ചിട്ടുള്ള 49ഓളം ട്രേഡുകാർക്ക് 30 പോസ്റ്റുകളിലേക്കായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത് എന്നുള്ളത് ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ടോപ്പിക് ഓഫ് ഡിസ്കഷനിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. ആ എക്സാമിനെ പറ്റിയിട്ടാണ്. അതിനുശേഷം ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ SNT എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, അതിനെപ്പറ്റി നമ്മൾ പഠിക്കും. അതിനുശേഷം മറ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റുകളെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ഞാൻ കമ്പാർട്ട്മെന്റലൈസ് ചെയ്തതിന് പിന്നിലും കാരണങ്ങളുണ്ട്, കാരണം ഇതിനൊക്കെ ക്വാളിഫിക്കേഷൻ വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്നതും ഗ്രേഡ് 3 SNT എന്ന് പറയുന്നതും പൊതുവിൽ കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന, ഈ പറഞ്ഞ പോലെ +2 കഴിഞ്ഞതിന് ശേഷം ഫിസിക്സും മാത്സും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 SNT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ BSc ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. അപ്പോൾ അത് രണ്ടും ആദ്യം കൊടുത്തതിന് ശേഷം ITI ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് 3rd കാറ്റഗറി, അതർ ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, എവിടെയാണ് ഓരോ കമ്മ്യൂണിറ്റിക്കും വേക്കൻസി കൂടുതലുള്ളതെന്ന് കൂടെ നിങ്ങൾ ആലോചിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? പൊതുവെ നമ്മൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും നിങ്ങൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ, ടോട്ടൽ വേക്കൻസീസ് എടുത്ത് കാണിക്കും. ചെന്നൈയിൽ 500 ഒഴിവുണ്ട്. അപ്പോൾ ചെന്നൈയിൽ 500 ഒഴിവുണ്ടെങ്കിൽ നിങ്ങൾ ചെന്നൈയിൽ പോയി അപ്ലൈ ചെയ്തോ എന്നങ്ങ് പറയും. അല്ലെങ്കിൽ കൊൽക്കത്തയിൽ 1000 ഒഴിവുണ്ട്, അവിടെ പോയി അപ്ലൈ ചെയ്യാമെന്നങ്ങ് തീരുമാനിക്കും. അതിൽ കാര്യമുണ്ടോ? ടോട്ടൽ വേക്കൻസിയിലാണോ കാര്യം? അല്ല, ടോട്ടൽ വേക്കൻസി മാത്രം നോക്കിയാൽ പോരാ. ഇപ്പോൾ ചെന്നൈയിൽ ചിലപ്പോൾ 500 ഒഴിവുണ്ടായിരിക്കും, ചെന്നൈയിൽ OBC-കാരന് ചിലപ്പോൾ 60 ഒഴിവേ കാണുള്ളൂ. മുംബൈയിൽ ചിലപ്പോൾ 300 ഒഴിവുണ്ടായിരിക്കും, പക്ഷെ മുംബൈയിൽ 300 ഒഴിവേ ഉണ്ടാവുള്ളൂ കമ്പയർ ടു ചെന്നൈയിൽ നമ്മൾ 500 ഒഴിവുണ്ടെന്ന് പറഞ്ഞു, മുംബൈയിൽ 300 ഒഴിവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ചെന്നൈയിൽ OBC കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ 60 ഒഴിവേ ഉണ്ടാവുള്ളൂ. ഈ 300-ൽ ചിലപ്പോൾ 100 ചില്ലാൻ ഒഴിവും മുംബൈയിൽ ചിലപ്പോൾ OBC-കാർക്കായിരിക്കും. അപ്പോൾ അവിടെ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസി കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാധ്യത കൂട്ടുന്നതിന് വേണ്ടി ആ കമ്മ്യൂണിറ്റിയിൽ വേക്കൻസി കൂടുതലുള്ള RRB സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സാധ്യത കൂടുതലായിരിക്കും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, കാരണം നിങ്ങൾക്ക് ഏത് സോണിൽ വെച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എക്സാം എഴുതാനായിട്ട് പറ്റും. പക്ഷെ ഒഴിവ് കൂടുതലുള്ള സ്ഥലങ്ങൾ നോക്കി വെക്കുക, അതും നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് ഒഴിവ് കൂടുതലുള്ള സ്ഥലങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന് കയറിക്കൂടാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഏതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ട സോൺ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി നോക്കുക, ആ കമ്മ്യൂണിറ്റിയുടെ വേക്കൻസി ഏത് സോണിലാണ് അല്ലെങ്കിൽ ഏത് RRBയിലാണെന്ന് തിരിച്ചറിയുക, ആ RRBയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെയും ഒരു പ്രശ്നമുണ്ട്. എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം? ഓരോ പോസ്റ്റിനും മെഡിക്കൽ നോക്കി അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ITI ഫിറ്റർ പഠിച്ച ആളുകളാണ് എന്ന് വിചാരിക്കുക. ITI ഫിറ്റർ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. ഓക്കെ, വേക്കൻസീസ് കൂടുതൽ ചെന്നൈയിലാണ്, അതും ഓക്കെ. ഇനി ചെന്നൈയിൽ വേക്കൻസി കൂടുതലാണെന്നുണ്ടെങ്കിലും ചെന്നൈയിൽ ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30ഓളം പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ വ്യത്യസ്ത പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ഫിറ്ററുള്ള ആളുകൾക്ക്. അതിൽ ഓരോ പോസ്റ്റിനും വ്യത്യസ്ത മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്.
സപ്പോസ് നിങ്ങൾ കണ്ണട ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ കണ്ണിന് പെർഫെക്റ്റ് ഐസൈറ്റ് അല്ല എന്ന് വിചാരിക്കുക. ചിലപ്പോൾ ചെന്നൈയിൽ ഈ പറയുന്ന വേക്കൻസി കൂടുതലാണെന്നുണ്ടെങ്കിലും കണ്ണട ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോസ്റ്റിന്റെ വേക്കൻസി ചിലപ്പോൾ ചെന്നൈയിൽ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓടിപ്പോയി ചെന്നൈയിൽ അപ്ലൈ ചെയ്തു, ചെന്നൈയിലാണ് ഫിറ്ററുകാർക്ക് ഏറ്റവും കൂടുതൽ ഒഴിവ് എന്ന് കണ്ട് നിങ്ങൾ അവിടെ പോയി അപ്ലൈ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടുതലുള്ള പോസ്റ്റുകൾക്കാണ് ഒഴിവ് കൂടുതൽ, മെഡിക്കൽ സ്റ്റാൻഡേർഡ് കുറവുള്ള പോസ്റ്റുകൾക്ക് ഒഴിവില്ല എന്നിരിക്കെ നിങ്ങൾ അവിടെ പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണട ഉപയോഗിക്കുന്ന ആളാണ്, നിങ്ങൾ ഐസൈറ്റ് പെർഫെക്റ്റ് അല്ല, നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് C1 C2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മണ്ടത്തരമാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ ഒഴിവ് അവിടെ കുറയാണ്, നിങ്ങളുടെ സാധ്യത അവിടെ കുറയാണ്. അപ്പോൾ മെഡിക്കൽ നോക്കണം, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ വേക്കൻസി എവിടെയാണ് കൂടുതലുള്ളത് നോക്കണം. ഇതെല്ലാം നോക്കിക്കൊണ്ട് വേണം ഒരു RRB നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് വേണം പോസ്റ്റുകൾ തിരഞ്ഞെടുക്കാനായിട്ട്, എന്നിട്ട് വേണം പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്നും അറിയാതെ ചാടിക്കേറി അവിടെയാണോ ഒഴിവ് ഇവിടെയാണോ ഒഴിവെന്ന് പറഞ്ഞ് ഓരോ RRB സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ അവസരം, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ITI ഉദ്യോഗാർത്ഥികൾക്കുള്ള സുവർണ അവസരമാണ് ടെക്നീഷ്യൻ എക്സാം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ അവസരം നിങ്ങൾക്ക് എന്താവും? നഷ്ടമായി പോകും. അതുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഗ്രേഡ് 1 പറ്റിയിട്ടും ഗ്രേഡ് 3 SNT പറ്റിയിട്ടും ആദ്യം ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 മറ്റ് പോസ്റ്റുകളെ പറ്റി പഠിക്കാം. അപ്പോൾ അതിലേറ്റവും ആദ്യം ഗ്രേഡ് 1 ഒരു ചാർട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ പ്ലോട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. കാരണം 30 പോസ്റ്റുകളുണ്ട്, 49 ട്രേഡുകളുണ്ട്, 21 RRB ഉണ്ട്. അപ്പോൾ നമ്മൾ ആ മെട്രിക്സിന്റെ സൈസ് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിന് നമ്മുടെ വീടിനോട് ചേർന്ന് നമ്മുടെ നാടിനോട് ചേർന്ന് കിടക്കുന്ന RRBയും, ഇനി അതല്ല ജോലി കമ്പൽസറി ആണെന്ന് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഒഴിവുള്ള ഒരു RRBയും, ആ രീതിയിലാണ് ഞാൻ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ RRBs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഭോപ്പാൽ ഞാൻ മഞ്ഞ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഭോപ്പാൽ കുറച്ചുകൂടെ മുകളിലാണ് അല്ലേ, സെൻട്രൽ ഇന്ത്യയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അതിൽ സെക്കന്ദരാബാദിന് ഞാൻ റെഡ് കളർ കൊടുത്തിരിക്കുന്നത്. സെക്കന്ദരാബാദ് അടുത്ത് കിടക്കുന്ന സ്ഥലമായിട്ട് കൂടി അവിടെ എന്തില്ല, ഒറ്റ ഒഴിവില്ല. എന്തിന്? ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അത് ഒഴിവാക്കി. അപ്പോൾ ഈ ടേബിൾ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. നിങ്ങൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 അപ്ലൈ ചെയ്യാൻ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടേബിൾ ഒന്ന് മനസ്സിൽ വെക്കുക. നിങ്ങളൊരു ജനറൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒഴിവുള്ള സ്ഥലം ഏതാണ്? മുംബൈ ആണ്. നിങ്ങളൊരു ജനറൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ്? മുംബൈ ആണ്. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു SC കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏത് തന്നെയാണ്? മുംബൈ തന്നെയാണ്. ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെറ്റർ ഓപ്ഷൻ ഏത് തന്നെയാണ്? മുംബൈ തന്നെയാണ്. OBC ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെറ്റർ ഓപ്ഷൻ ഏത് തന്നെയാണ്? മുംബൈ തന്നെയാണ്. EWS ആണെന്നുണ്ടെങ്കിലും ബെറ്റർ ഓപ്ഷൻ ഏത് തന്നെയാണ്? മുംബൈ തന്നെയാണ്. ടോട്ടൽ വേക്കൻസീസ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത് എവിടെ തന്നെയാണ്? മുംബൈയിൽ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തുള്ള നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന RRB ആയിട്ടുള്ള ചെന്നൈ കൂടെ ഒന്ന് വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ചെന്നൈയും ട്രിവാൻഡ്രം, ഇത് രണ്ടും കൂടെ ഞാനിവിടെ ഒരു കമ്പാരിസൺ വിധേയമാക്കാണ്. ചെന്നൈയിലും ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുംബൈ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മുകളിൽ പോയില്ലേ. ചെന്നൈയും ട്രിവാൻഡ്രം എടുത്ത് നോക്കുക. നിങ്ങളൊരു ജനറൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രിഫർ ചെയ്യാം? ചെന്നൈ പ്രിഫർ ചെയ്യാം. നിങ്ങൾക്ക് നാട്ടിൽ ജോലി കിട്ടിയേ പറ്റൂ, ചെന്നൈയിലോ ട്രിവാൻഡ്രത്തോ ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ചിരിക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 നിങ്ങൾക്ക് എവിടെ അപ്ലൈ ചെയ്യാം? ചെന്നൈയിൽ അപ്ലൈ ചെയ്യാം. അവിടെ 6 ഒഴിവുണ്ട്, ഇവിടെ 3 ഒഴിവേ ഉള്ളൂ. ഇനി നിങ്ങൾ SC കാൻഡിഡേറ്റോ ST കാൻഡിഡേറ്റോ ആണെന്നുണ്ടെങ്കിൽ, SC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെന്നൈയിൽ അപ്ലൈ ചെയ്താലും ട്രിവാൻഡ്രത്ത് അപ്ലൈ ചെയ്താലും ഒരുപോലെ ഇരിക്കും. ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെന്നൈയിലെ ഒഴിവുള്ളൂ, ഒറ്റ ഒഴിവേ ഉള്ളൂ. OBC ആണെന്നുണ്ടെങ്കിൽ, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസം. OBC ആണെന്നുണ്ടെങ്കിൽ എവിടെ ഒഴിവ് കൂടുതൽ നോക്കുക? ട്രിവാൻഡ്രത്താണ് ഒഴിവ് കൂടുതൽ. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നല് നാട്ടിൽ ജോലി കിട്ടണമെന്ന് ആഗ്രഹമുള്ള ചെന്നൈയിലോ ട്രിവാൻഡ്രത്തോ അപ്ലൈ ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ചിരിക്കുന്ന കുട്ടികൾ, ചെന്നൈയിനേക്കാൾ നിങ്ങൾക്ക് ഒഴിവ് കൂടുതൽ എവിടെയാണ്? ട്രിവാൻഡ്രത്താണ്. ആർക്ക്? OBC-കാർക്ക്. അപ്പോൾ ഇതറിയാതെ ചെന്നൈ പോയി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എത്ര ഒഴിവേ ഉള്ളൂ? ഒരു ഒഴിവേ ഉള്ളൂ. ടോട്ടൽ ഒഴിവ് 9 ചെന്നൈയിലാണ്, പക്ഷെ OBC-കാർക്ക് ഒഴിവ് 1 ഉള്ളൂ. ട്രിവാൻഡ്രത്തെ ടോട്ടൽ ഒഴിവ് 6 ആണ്, പക്ഷെ അതിൽ 3-1 ഒഴിവ് ആർക്ക് പോയി? OBC-കാർക്ക് പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിറ്റി വൈസ് വാക്കൻസി കൂടെ നിങ്ങൾ ഒന്ന് നോക്കേണ്ട ആവശ്യം ഉണ്ട്. ഓക്കെ ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നാട്ടിൽ കിട്ടുന്നവർക്ക് നാട്ടിൽ അപ്ലൈ ചെയ്യാം. ഒഴിവ് നോക്കി അപ്ലൈ ചെയ്യുന്നവർ എപ്പോഴും മുംബൈ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഭോപ്പാലും മുംബൈക്ക് ശേഷം ഒഴിവ് കൂടുതലുള്ള ഒരു RRB ആണ്. ഓക്കെ ആണ്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക്, ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് ചെന്നൈയിൽ 2 ഒഴിവുണ്ട്, റാഞ്ചിയിൽ 2 ഒഴിവുണ്ട്, ട്രിവാൻഡ്രത്തും 2 ഒഴിവുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതൊന്ന് സൈഡിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ടെക്നീഷ്യൻ ഗ്രേഡ് 1 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 1 മറ്റ് സംഭവങ്ങൾ എന്തൊക്കെയാണ്? മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്.
B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ആളുകൾക്കാണ് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. A1, A2, A3 തുടങ്ങിയ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിനുശേഷം B1, B2 എന്നിങ്ങനെയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിനുശേഷം ലീസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആവശ്യമുള്ള C1, C2 തുടങ്ങിയ പോസ്റ്റുകളും ഉണ്ട്. ഇതിൽ B1 ആണ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നത്? ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഡിമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. എല്ലാ കുട്ടികളും അത് കാണണം. RRBയിൽ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എഴുതുക. ദയവായിട്ട് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എഴുതുക. വീണ്ടും വന്ന് നിങ്ങൾ നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട്, സാറേ കണ്ണിൻ്റെ പ്രശ്നമുണ്ട്, കാലിൻ്റെ പ്രശ്നമുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. ആ വീഡിയോയിൽ ഞാൻ മാക്സിമം നമ്മുടെ ഇന്ത്യൻ റെയിൽവേ മെഡിക്കൽ മാനുവലിലെ ഈ പറഞ്ഞ പോലെ വോളിയത്തിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പരാമർശിച്ചുകൊണ്ട് നമ്മൾ അതിനകത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഈ B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് എന്തിനാവശ്യമുള്ളത്? ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആവശ്യമുള്ളത്. എന്താണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ? നിങ്ങൾക്ക് BSc സയൻസ്, BSc ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെന്റേഷൻ, ഇത്രയും കാര്യത്തിൽ നിങ്ങൾക്ക് BSc ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിനകത്ത് അപ്ലൈ ചെയ്യാം. ഒരു ക്രൈറ്റീരിയയും കൂടി ഉണ്ട്. പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സിന് ഇടയിൽ പ്രായമുള്ള B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇൻസ്ട്രുമെന്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ BSc ഉള്ള അല്ലെങ്കിൽ തുടങ്ങിയ ട്രേഡുകളിൽ BSc ഉള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇതിന്റെ കോമ്പിനേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമയുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിൽ എന്തെങ്കിലും ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ട്രേഡുകളിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ, BTech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടെക്നീഷ്യൻ ഗ്രേഡ് 1 അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേക്കൻസി മനസ്സിലായി, മെഡിക്കൽ സ്റ്റാൻഡേർഡ് മനസ്സിലായി, ക്വാളിഫിക്കേഷൻ മനസ്സിലായി, ഏജ് മനസ്സിലായി. ഇനി ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? RRB സെലക്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒഴിവ് കൂടുതലുള്ള സ്ഥലം നോക്കിയിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ഏതാണ്? മുംബൈ ആണ്. ഇനി നാടിനോട് ചേർന്നുള്ള ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രം ആൻഡ് ചെന്നൈ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. അതിൽ OBC-കാർ പ്രിഫർ ചെയ്യുന്നത് ട്രിവാൻഡ്രം ആവുന്നതാണ് നല്ലത്. ബാക്കിയുള്ളവർക്ക് എന്ത് പ്രിഫർ ചെയ്യാം? ചെന്നൈ പ്രിഫർ ചെയ്യാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ SNT എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ 15 ഒരു പോസ്റ്റാണ്. ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ള ജനറൽകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഞാൻ നേരത്തെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 കാര്യത്തിൽ 18 തൊട്ട് 33 എന്ന് പറഞ്ഞപ്പോൾ അത് ജനറൽക്കാരുടെ ഏജ് ആണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. OBC-കാർക്ക് +3ഉം SC/ST-കാർക്ക് +5ഉമാണ് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇതൊക്കെ നമ്മൾ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമുക്ക് ഇവിടുത്തെ വേക്കൻസി ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ജനറൽകാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒഴിവുള്ള സ്ഥലം എഗെയിൻ എവിടെയാണ് വരുന്നത്? മുംബൈ ആണ് വരുന്നത്. നിങ്ങളൊരു SC കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒഴിവ് വരുന്നത് അഹമ്മദാബാദാണ്. ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഭോപ്പാലാണ്. OBC കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ മുംബൈ ആണ്. EWS കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഹമ്മദാബാദ് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ആൻഡ് ട്രിവാൻഡ്രത്ത് ഇവിടെ എന്തില്ല? ട്രിവാൻഡ്രത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒഴിവ് ഇല്ല. സോ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിൽ ജോലി ചെയ്യണം എന്ന് താല്പര്യമുള്ള, കാരണം ഇതിന്റെ യോഗ്യത നിങ്ങൾക്ക് അറിയാവുന്നതാണ്. +2 ഫിസിക്സും മാത്സും പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റും കൂടിയാണത്. +2 ഫിസിക്സ് + മാത്സ്. ഞാൻ നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 പ്രീവിയസ് ഇയർ കട്ട് ഓഫിന്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ആ വീഡിയോ ഒക്കെ പോയി നോക്കാം. കഴിഞ്ഞ വർഷം ഇതേ കാറ്റഗറി നമ്പറിൽ തന്നെയാണ് 2024 ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ള ഒരു പോസ്റ്റും കൂടിയാണ് ഈ പോസ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് വേക്കൻസിയുടെ ഒരു ഇടിവ് കാരണം, 2 +2 ഫിസിക്സ് ആൻഡ് മാത്സ് ഉള്ളത് കൊണ്ട് തന്നെ ITI-കാർ മാത്രമല്ല ഈ പോസ്റ്റിലേക്ക് മത്സരിക്കുന്നത്. +2 ഫിസിക്സും മാത്സും ഉള്ള കുട്ടികൾക്ക് മത്സരിക്കാവുന്നതാണ്. +2 ഫിസിക്സ് ആൻഡ് മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PCM ഫിസിക്സ്, കെമിസ്ട്രി, മാത്സും പഠിച്ചിട്ടുള്ള, കമ്പ്യൂട്ടർ സയൻസ് +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. ഫിസിക്സ്, ബയോളജി പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഉള്ള കുട്ടികളൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ കട്ട് ഓഫ് കഴിഞ്ഞ വർഷം ഭയങ്കര കൂടുതലായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെയും ഡിസബിലിറ്റി വേക്കൻസി എന്ന് പറയുന്ന ഏറ്റവും കൂടുതലുള്ള അഹമ്മദാബാദാണ്, പിന്നെ ബാംഗ്ലൂരാണ്, പിന്നെ ചണ്ഡീഗഡ് ഉണ്ട്, ആൻഡ് ചെന്നൈയിലും മുംബൈയിലും 3-4 വിധം വേക്കൻസീസ് ഉണ്ട്. ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്കാണ് ഈ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. മറ്റുള്ള അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്, പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേക്കൻസി ഇല്ല. വേക്കൻസി ഉള്ളത് ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി ഉള്ള പോസ്റ്റിനാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. മെഡിക്കൽ സ്റ്റാൻഡേർഡ് അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് കിടക്കുന്നത്. ആൻഡ് ഇവിടെ ക്വാളിഫിക്കേഷൻ എന്താണ്? മെട്രിക്കുലേഷൻ നിർബന്ധമാണ്. മെട്രിക്കുലേഷൻ 10ാം ക്ലാസ് അല്ലെങ്കിൽ SSLC നിർബന്ധമാണ്. അതിന്റെ പുറത്ത് എന്ത് വേണം? ITI വേണം. ITI സർട്ടിഫിക്കറ്റ് വേണം. എവിടെ നിന്ന്? റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്തിന്റെ? NCVT ആൻഡ് SCVT.
NCVT SCVT ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുള്ള ITI സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ടെക്നീഷ്യൻ എന്ന് പറയുന്ന RRB ടെക്നീഷ്യൻ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ മറ്റേതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, അതായത് ഒരു വൊക്കേഷണൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കൈവശം ഉള്ളത് എന്നിരിക്കെ NCVT SCVT സർട്ടിഫിക്കറ്റ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, RRB നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കൈവശം ഇരിക്കേണ്ട സർട്ടിഫിക്കറ്റ് NCVT SCVT സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. NCVTയോ SCVTയോ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ലാത്തൊരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, RRBയിൽ വിളിച്ചു ചോദിച്ച് നിങ്ങളുടെ കൈവശമുള്ള സർട്ടിഫിക്കറ്റ് ഇതാണെന്ന് ഉറപ്പുവരുത്തി, അല്ലെങ്കിൽ അതിന് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അങ്ങനെ വാങ്ങിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ആ സർട്ടിഫിക്കറ്റ് RRB അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പ് കൂടെ വരുത്തണം. മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ കൈവശം NCVT SCVT സർട്ടിഫിക്കറ്റ് അല്ല ഉള്ളത്, മറ്റെന്തെങ്കിലും ഒരു വൊക്കേഷണൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ആണുള്ളത്, 2 വർഷത്തെ കോഴ്സ് തന്നെയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് RRB എക്സാമിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം RRB വിളിച്ചു ചോദിക്കണം, എൻ്റെ കൈവശമുള്ളത് ഇന്ന ഒരു വൊക്കേഷണൽ ട്രെയിനിങ് കോഴ്സ് ഞാൻ 2 വർഷം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്, ഞാൻ അതിന് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ എനിക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം നോട്ടിഫിക്കേഷനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് NCVT SCVT ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ITI സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളത്. ആൻഡ് ഇവിടെ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഇലക്ട്രോണിക്സ് മെക്കാനിക്സ് സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രീഷ്യൻ, വയർമാൻ, ITI പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ മെട്രിക്കുലേഷൻ ഓർ SSLC പ്ലസ് കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് ഉള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ലാത്ത പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ +2 ഫിസിക്സ് ആൻഡ് മാത്സ് ഉള്ള കുട്ടികൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കവർ ചെയ്യാമെന്ന് പറഞ്ഞ 2 പോസ്റ്റുകൾ നമ്മൾ കവർ ചെയ്തു. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലും ടെക്നീഷ്യൻ ഗ്രേഡ് 3 SNTയും നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വേക്കൻസി എവിടെയാണ് കൂടുതലുള്ളതെന്ന് മനസ്സിലായി. ഗ്രേഡ് 3 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒഴിവുള്ള പോസ്റ്റ് നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്? മുംബൈ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ആൻഡ് അഗെയിൻ അതിനകത്ത് തന്നെ ഞാൻ കമ്മ്യൂണിറ്റി വൈസ് അപ്ലൈ ചെയ്യേണ്ട സ്ഥലങ്ങളും കൂടെ കാണിച്ചു തന്നു. ട്രിവാൻഡ്രത്ത് അൺഫോർച്ചുനേറ്റ്ലി SNTക്ക് ഒഴിവില്ല, ചെന്നൈയിൽ ഒഴിവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെന്നൈ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം ചെന്നൈ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ചെന്നൈയേക്കാൾ കൂടുതൽ ഒഴിവുള്ള സ്ഥലം ഏതാണ്? ബാംഗ്ലൂരാണ്. നിങ്ങൾക്ക് ബാംഗ്ലൂർ RRBയും വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാംഗ്ലൂർ, ചെന്നൈ ആൻഡ് മുംബൈ ഇത് 3 ആയിരിക്കും നാടിനോട് ചേർന്ന് കിടക്കുന്ന RRBകൾ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ. ആൻഡ് അത് കഴിഞ്ഞാൽ സെക്കന്ദരാബാദും ഓക്കെയാണ്. അതിൽ നിങ്ങളെ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അഹമ്മദാബാദോ ഭോപ്പാലോ സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം EWS കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഹമ്മദാബാദ് സെലക്ട് ചെയ്യാം, കാരണം അവിടെ 9 വേക്കൻസി നിങ്ങൾക്കുണ്ട്. ഇനി SC കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഹമ്മദാബാദ് സെലക്ട് ചെയ്യാം, അവിടെ 19 വേക്കൻസി അവിടെ കിടപ്പുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളുടെ വേക്കൻസി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 19 വലിയൊരു സംഖ്യയാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേക്കൻസി നോക്കി ഈ പറഞ്ഞ പോലെ RRB സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RRBയെ വിളിച്ച് നിങ്ങളുടെ കൈവശം NCVT SCVT സർട്ടിഫിക്കറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന് ഈക്വലൻസി മതിയോ എന്ന് ചോദിക്കണം. മതിയെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എടുത്ത് പോയിട്ട് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. സർട്ടിഫിക്കറ്റ് ഒക്കെ നേരത്തെ തന്നെ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഇപ്പോഴേ പറയുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും നൂലാമാലകളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 3 SNTയും ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.